ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫായിട്ടാട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എന്ത് രസമല്ലേ കാണാൻ. നമ്മളെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അടിപൊളിയല്ലേ. അപ്പുറത്തെ ആ വീട്ടിൽ, ആ വൈറ്റ് പെയിൻ്റ് അടിച്ച വീട്ടിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ലതുണ്ട്. കണ്ടോ, കുയിൽ കരയുന്ന സൗണ്ട് കേട്ടോ. കുയിലിൻ്റെ കൂടെ ഇങ്ങനെ പാടിയാൽ ഒറ്റങ്ങൾക്ക് ദേഷ്യം പിടിക്കുമെന്ന് പറയണേക്കെ പണ്ട്. സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ കുയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ കുയിൽ വരാറില്ല. കുറേ കാലത്തിന് ശേഷമാണ് വന്നിട്ട് ഈ ഒരു പാട്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ നീച്ചിട്ടുണ്ടായിരുന്നത്. താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് ദോശയും മുട്ടക്കറിയും പിന്നെ ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ജിലേബി, പൊരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓടിപ്പോയി പല്ല് തേച്ചിട്ട് ചായ കുടിച്ചു കേട്ടോ. നമുക്ക് നല്ല റിലാക്സ് ആയിരിക്കാൻ പറ്റുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് സൺഡേ ആയിരിക്കും അല്ലേ. എനിക്കും സൺഡേ ഭയങ്കര ഇഷ്ടമാണ്. എവിടേക്കും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് എനിക്കും ഇഷ്ടം കേട്ടോ. എൻ്റെ വീട് ഇതുപോലൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ചുറ്റിലും പാടും കുളവും പുഴയും ഒക്കെ ഉള്ളൊരു നാട്ടിലാണ് ഞാൻ ജനിച്ചത് തന്നെ. അപ്പോൾ ഇവിടെ എനിക്ക് റിലാക്ട് ചെയ്യാൻ പറ്റുന്നതും അതുതന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മരത്തിൻ്റെ അടുത്ത് പോയി നിൽക്കും കേട്ടോ. എനിക്ക് എന്തെന്ന് അറിയില്ല, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്നത്തെയും പോലെ എല്ലാ ഞായറാഴ്ചത്തെയും പോലെ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കും, എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ പൂത്തു, എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ. എന്തെല്ലാം കാര്യങ്ങളാണല്ലേ ജീവിതത്തിൽ നടക്കുന്നത്. നമുക്ക് ഒരു ചാൻസ് കിട്ടുകയാണ്. തിരികെ പോയിട്ട് എന്തെങ്കിലും തിരുത്താൻ അവസരം കിട്ടുകയാണെങ്കിൽ എന്ത് തിരുത്തും? അല്ല, അങ്ങനെ ഒരു ചാൻസ് എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊക്കെ എന്താ ചെയ്യുക? ഞാനും തിരുത്താൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അതെന്തായാലും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ സൺഡേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പോകില്ലേ. നമ്മളവിടെ ഒരുപാട് നായ്ക്കളും പന്നികളൊക്കെ ഉള്ളതുകൊണ്ട് മോനെ പുറത്തിറക്കാറില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടി പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് ഇറക്കാറുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും ക്ലീനിങ് ഡേ കൂടിയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങുകയാണ് കേട്ടോ. അടിച്ചുവാരി തുടയ്ക്കാനുണ്ട്. പണ്ടൊക്കെ ഈ ഒരു പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ഈ ക്ലീനിങ് പരിപാടികൾ. ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ചേച്ചിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഞാൻ പ്ലസ് 1 പഠിക്കുമ്പോഴാണ് പുതിയ വീടെടുത്ത് മാറുന്നത്. ഓൾറെഡി ഞാൻ ജോയിൻറ്റ് ഫാമിലിയിലാണ് ജീവിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഷിഫ്റ്റിങ് നമ്മളെ കുറേ ജോലികൾ ചെയ്യിക്കാൻ പഠിപ്പിച്ചു കേട്ടോ. നമ്മുടെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കാം കേട്ടോ. ഏകദേശം നമ്മളെ വീട് മൊത്തത്തിൽ അടിച്ചു വാരി വരുമ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറെങ്കിലും പിടിക്കും. കാരണം മുക്കും മൂലയൊക്കെ തട്ടി കൊട്ടി വരുമ്പോൾ ഏകദേശം കുറച്ച് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല ടയേർഡാവും കേട്ടോ. എന്തായാലും നമുക്ക് തുടയ്ക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ ഈ അടിച്ചൊരു തുടയ്ക്കുന്നതെന്ന്. കാരണം ഒന്നുമല്ല, ഇന്നലെ നൈറ്റിലൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നത് നല്ല ലേറ്റായിട്ടാണ്. അപ്പോൾ ആ ക്ഷീണം കൊണ്ട് അതേ ഡ്രസ്സിൽ തന്നെ അങ്ങോട്ട് കിടന്നുറങ്ങി. പിന്നെ എന്തായാലും ചേഞ്ചൊക്കെ ഉണ്ടല്ലോ, ഒന്ന് രാവിലെ എണീച്ച് കുളിക്കാനുള്ളതാണല്ലോ ചോദിച്ചിട്ട് പണികളൊക്കെ അത് തന്നെ അങ്ങോട്ട് ചെയ്യാണ്. അല്ലാതെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഡ്രസ്സൊന്നും വലിച്ചു വാരി ഇട്ടതല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടോ? നമ്മൾ ക്ലീൻ ചെയ്ത ഏരിയകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്ന ഒരു സ്വഭാവം കുറച്ച് നേരത്തിനുള്ളെങ്കിലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പം ഞാൻ അതുപോലെ തന്നെ ആട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും അവിടെ അതുപോലെ കിടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത് ക്ലീൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് അലക്കാനുണ്ട്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകണം. നമ്മളെ പുറത്തെ ബാത്റൂമിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അകത്ത് അതിനുള്ള സൗകര്യം ഇല്ല. ഇവിടെ എല്ലാതും അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പുറത്താണ് നമ്മളെ മെഷീൻ ഉള്ളത്. ഇവിടെ അധികം യൂസ് ചെയ്യാറില്ല. ഉള്ളിലുള്ള ബാത്റൂം തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഈ മെഷീൻ വാങ്ങുന്ന വരെ നമ്മൾ കല്ലിലടിച്ചിട്ടാണ് കേട്ടോ തിരുമ്പിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ തിരുമ്പലെന്നാണ് പറയുക, ചിലർ തലക്കൽ എന്ന് പറയും. ഞാനിപ്പോൾ തിരുമ്പലിൻ്റെ കൊളോക്കിയൽ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യാണ്. ഒരു 10 പേര് മാറ്റാനുണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര ഡ്രസ്സ് ഉണ്ടാവുമായിരിക്കുമെന്ന്. അപ്പോൾ ഇതൊക്കെ നിന്ന് കല്ലിൽ അലക്കി തുടച്ച് വെളുപ്പിച്ചെടുക്കാനുള്ള ടൈം ഇപ്പം ഈ ഒരു യന്ത്രം വന്നപ്പോൾ നമുക്ക് എത്ര എളുപ്പത്തിലത് സാധിച്ചെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ യന്ത്രങ്ങളുടെ ഒരു കണ്ടുപിടുത്തം ഈസ് വെരി യൂസ്ഫുൾ അല്ലേ. എന്തായാലും നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക്
മത്തി പൊരിച്ചതുണ്ട്, പിന്നെ പച്ചക്കറികളാണ് കേട്ടോ. ഏട്ടൻ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭം എന്നൊക്കെ പറയാം. എന്തായാലും മീൻ പൊരിച്ചതുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ഉണ്ടായി സിനിമയ്ക്ക് പോവാണ്. അപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ എല്ലാവരും കണ്ട് കഴിഞ്ഞ പടമാണ് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, പറഞ്ഞ പോലെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ്. 2:30 ഷോയ്ക്ക് 2 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. വണ്ടി പിടിച്ചു, ഓട്ടോ പിടിച്ചു, ബസ് പിടിച്ച് അവിടെ എത്തുമ്പോൾ പടം തുടങ്ങുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കറക്റ്റ് 2:20 ആകുമ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂട്ടിയിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ സിനിമയ്ക്ക് പോകുന്നത്. സാധാരണ ഫാമിലി എല്ലാവരും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഹൊറർ ഫിലിം കാണുവാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ടാവുമെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിച്ചേ. ഇനി ഞങ്ങൾ 3 പേരായതുകൊണ്ടാണോ അതോ പടത്തിൻ്റെ ഹൊറർ അത്രയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ നല്ല പേടി മേടിച്ചു. അപ്പോൾ നമ്മളുടെ ഒരു ഡേ ഏകദേശം കംപ്ലീറ്റ് ആവാനായി. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.